സാലറി വാങ്ങാൻ പോയാൽ മീന് ജീവനോടെ കിടക്കണം. നമ്മളെപ്പോലെ ചത്തതും പഴയതും മാറിയതും അമേരിക്കക്കാരൻ കഴിയും. നിന്റെ വാങ്ങാൻ പോയി മീനിന് ജീവൻ വേണം, ചത്തത് വാങ്ങിക്കില്ല അവര്. അപ്പോ ഇന്ത്യൻ മീൻകച്ചവടക്കാരോട് പറഞ്ഞ സുഹൃത്തെ, ഈ ഞങ്ങളെല്ലാം ജീവനോടെ പിടിച്ച് അമേരിക്ക എത്തിക്കണം. ചത്തിട്ടാണ് എത്തിക്കുന്നത്. അതേ കപ്പല് ഇന്ത്യയിലേക്ക് തിരിച്ചു വിടുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഇന്ത്യൻ മീൻകച്ചവടക്കാരൻ തൊഴിലാളിയെ വിട്ട് കടലിൽ ജീവനോടെ ഞെണ്ടികളൊക്കെ പിടിച്ച് വലിയ ഡ്രമ്മുകളിൽ വെള്ളം നിറച്ച് ജീവനോടെ ഇങ്ങനെ വെച്ചു. ഡ്രമ്മിന്റെ അടപ്പൊന്നും അടച്ചില്ല. കാരണം അവിടെ എത്തുമെങ്കിൽ ചത്തുവായവരൊന്നും വേണ്ട. ഡ്രമ്മിന്റെ അടപ്പൊന്നും അടയ്ക്കാതെ ഓപ്പണായിട്ടാണ് ഈ കപ്പൽ അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഈ കപ്പൽ 22 ദിവസം കടലിലൂടെ യാത്ര ചെയ്ത് അമേരിക്ക തുറമുഖത്തിലാണ്. അമേരിക്കൻ മീൻകച്ചവടക്കാരൻ ഡ്രമ്മിന്റെ അടുത്ത് നോക്കി അത്ഭുതത്തോടെ പറയുന്നത്, വാട്ട് എ അസ്റ്റോണിഷിംഗ് ഫാക്ട് ഇറ്റ് ഈസ്. ഐ കാന്റ് ബിലീവ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 22 ദിവസം ഓപ്പണായിട്ട് ഈ ഡ്രമ്മ് യാത്ര ചെയ്ത് അമേരിക്ക എത്തിയിട്ട് ഒരു ഞണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള ചത്തിട്ടില്ല. എങ്ങനെ ഈ മഹാത്ഭുതം സംഭവിച്ചു എന്ന് ഇന്ത്യൻ മീൻകച്ചവടക്കാരോട് ചോദിക്കുന്നുണ്ട്. അതിന് ഇന്ത്യൻ മീൻകച്ചവടക്കാരൻ്റെ മറുപടി പറയുന്നുണ്ട്, സർ, ഇത് ഇന്ത്യൻ കടലിന്റെയാണ്. ഈ ഡ്രമ്മിന്റെ അടിയിൽ നിന്ന് ഞണ്ട് രക്ഷപ്പെടാൻ മേലെ എത്തിയാൽ തൊട്ട് താഴെയുള്ള ഞണ്ട് അതിനെ വലിച്ച് താഴെയിടും. ഒരാളെയും രക്ഷപ്പെടാനോ നന്നാവാനും വിടില്ല എന്നുള്ള ഇന്ത്യക്കാരുടെ സ്വഭാവം ഇന്ത്യയിൽ ഞണ്ടുകൾക്ക് വരെയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു.